2024 തുടങ്ങിയതോടുകൂടി 2023 തന്നെ മോട്ടോറോള അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തൊരു വർഷമായിരുന്നു. 2024 തുടക്കം തന്നെ അവർ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെ ഇറക്കിക്കൊണ്ട് തുടങ്ങുകയാണ്. മോട്ടോ G34 5G. ബോക്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചാർജർ 20 വാട്ടിൻ്റെത് കിട്ടുന്നുണ്ട്, കേബിളും കിട്ടുന്നുണ്ട്, സിം ഇജക്ടർ ഫോണ്. 4/128 പ്രൈസ് 19,999, 8/128 പ്രൈസ് 11,999 രൂപ, അല്ലെ 12,000 രൂപ. നിങ്ങൾക്ക് എഫക്റ്റീവ് പ്രൈസ് 10,000 രൂപയാണ്, 9,999 രൂപ. അതായത് 1000 രൂപ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഓഫർ കിട്ടുന്നുണ്ട്, എക്സ്ചേഞ്ചിൽ ബോണസ് കിട്ടുന്നുണ്ട്. കാർഡിൻ്റെ ഓഫറൊന്നും നൽകിയിട്ടില്ല. 17 ജനുവരിക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ സെയിലിൽ വരുന്നത് 12 മണിക്ക്. ആൻഡ് ഈ ഫോണിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്ടോണിക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാനാണ് പറഞ്ഞത്. കൂടുതൽ ടൈം കളയേണ്ട, വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉള്ള ഫോണാണ് 10,000 രൂപയ്ക്ക്. സോ വീഡിയോയിലേക്ക് കിടക്കാം. ഇൻ്റർഫേസ് നോക്കുവാണെങ്കിൽ ഡിസൈൻ അത്യാവശ്യം പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ളത് തന്നെയാണ്. ആ ബിൽഡ് നോക്കുക, ബിൽഡ് വീഗൻ ലെതറാണ്. നീല കളറാണെങ്കിൽ വീഗൻ ലെതറാണ്. പിന്നെ ഒരു കറുപ്പും വരുന്നുണ്ട്, പച്ചയും വരുന്നുണ്ട്. അത് രണ്ടും നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബാക്ക്, സാധാ പ്ലാസ്റ്റിക് ആണ് കിട്ടുന്നത്. ഒരു മാറ്റ് ടെക്സ്ചർ പോലുള്ള ഫിനിഷാണ് കിട്ടുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും പ്ലാസ്റ്റിക് ഫ്രെയിംസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. IP52 വാട്ടർ റിപ്പല്ലൻ്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ചെറിയ സ്പ്ലാഷ്, അതായത് ചെറിയ മഴയൊന്നും കൊണ്ടാൽ വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. ആൻഡ് ഡയമെൻഷൻസ് നോക്കുവാണെങ്കിൽ വലിയ ലൈറ്റ് വെയിറ്റ് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. 183 ഗ്രാമും, തിക്നെസ്സൊക്കെ വളരെ കുറവാണ്. പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കുകയാണെങ്കിൽ 3.5 mm ഓഡിയോ ജാക്കും വരുന്നുണ്ട്. നിങ്ങൾക്ക് SD കാർഡിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ്, ഒന്നെങ്കിൽ 2 സിം കാർഡ് അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും. ഇനി മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ആണ്. കുഴപ്പമില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ IPS LCD 120 Hz റിഫ്രഷ് റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് 10,000 രൂപയ്ക്ക്. 580 nits പീക്ക് ബ്രൈറ്റ്നസ്, പാണ്ട ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ, പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്, വാട്ടർ ഡ്രോപ്പ് നോച്ചല്ല, പഞ്ച് ഹോൾ വിത്ത് സാമാന്യം തരക്കേടില്ലാത്ത ബെസൽസും ചിഹ്നമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട് വിത്ത് ഡോൾബി അറ്റ്മോസിൻ്റെ ട്യൂണിംഗ് ഉള്ള. അത് നല്ലൊരു കാര്യം തന്നെയാണ്. 10,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു സ്റ്റീരിയോ സ്പീക്കറൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ. സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 695 5G ചിപ്സെറ്റാണ്. ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ്. ഒരുപാട് തള്ളി മറച്ച ചിപ്സെറ്റാണ്. 4 ലക്ഷത്തിൻ്റെ അപ്പുറത്ത് അൻഡ്യൂട്ടി സ്കോർ വരുന്നുണ്ട്. 4,50,000 അൻഡ്യൂട്ടി സ്കോർ വരുന്നുണ്ട്. അതിൽ ഈ ഒരു ചിപ്സെറ്റ് 10,000 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ചിപ്സെറ്റാണ് സത്യം പറഞ്ഞാൽ. കാരണം 15,000 18,000 വരുന്ന ചിപ്സെറ്റാണിത്. അപ്പോൾ ഇതൊരു 10,000 അവർ സ്കെയിൽ ചെയ്ത് കൊണ്ടുവന്നു എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. LPDDR4X UFS 2.2, സാധാരണ UMCP ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് UFS 2.2, HDI 40 FPS നിങ്ങൾക്ക് VGMI കളിക്കാൻ പറ്റും. PUBG ന്യൂ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് 90 FPS അൺലോക്ക്ഡ് ആണെന്ന് ഞാൻ പറയുന്നുള്ളൂ. അത് എത്രത്തോളം കിട്ടും എന്നുള്ളത് നമുക്ക്, കാരണം കളിക്കുമ്പോൾ അതിൻ്റെ പവറേ ഉണ്ടാവുള്ളൂ. പക്ഷേ എങ്കിലും അൺലോക്ക്ഡ് ആണ്. ആ അത്യാവശ്യം നല്ല പൊട്ടൻഷ്യലുള്ള ചിപ്സെറ്റാണ്. കാരണം ഇപ്പം Redmi Note 11 Pro Plus കൊടുത്ത ചിപ്സെറ്റാണ്. പോക്കോ X5 വരുന്ന ചിപ്സെറ്റാണ്. അത്യാവശ്യം ഒരു റേഞ്ചിൽ നമുക്ക് ഗെയിമിംഗ് ചിപ്സെറ്റായിട്ട് തന്നെ കുറേ കാലം മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്ന ചിപ്സെറ്റാണ്. അത് നമുക്ക് 10,000 രൂപയ്ക്കാണ് മോട്ടോ തരുന്നത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. 5000 mAh ബാറ്ററി, 20 വാട്ട്സിൻ്റെ ചാർജിങ് ആണ് വരുന്നത്. 10 വാട്ടിൻ്റെ അല്ല, 20 വാട്ടിൻ്റെ 10,000 രൂപയ്ക്ക് അത്യാവശ്യം നല്ല കാര്യം. അതും ബോക്സിൽ തന്നെ നിങ്ങൾക്ക് ചാർജർ കിട്ടുന്നുണ്ട്. ആൻഡ് മറ്റൊരു കാര്യം, HD+ സ്ക്രീൻ ആണെങ്കിലും ഈ ഒരു വൈഡ് L1 സപ്പോർട്ട് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ നോക്കുന്ന സമയത്ത് വൈഡ് L1 ഉണ്ട്. അതായത് ഫുൾ HD സ്ട്രീമിങ് നിങ്ങൾക്ക് പറ്റും. പക്ഷേ ഡിസ്പ്ലേ HD+ ആണ്. അത് കുഴപ്പമില്ല, അത് ജസ്റ്റ് ചിപ്സെറ്റിൻ്റെ കൂടെ അങ്ങ് വന്നു പോയതായിരിക്കും. HD+ ഒരു കുറവ് തന്നെയാണ് ഡിസ്പ്ലേയിൽ. പക്ഷേ അത് 120 Hz സ്നാപ്ഡ്രാഗൺ 695 ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വലിയ കുഴപ്പമില്ലാതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ, അതും ക്ലീൻ ആയിരിക്കും. ബ്ലോട്ട്വെയർ ആഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. MyUX ആണ്, അതിൻ്റേതായ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് മോട്ടോയുടെ സ്വന്തം സെക്യൂരിറ്റി, പിന്നെ 8/128 വേരിയൻറ്റിൽ മാത്രം അവരുടെ റെഡി ഫോർ എന്ന് പറഞ്ഞ ഫീച്ചർ, അതായത് ലാപ്ടോപ്പിലേക്ക് സീംലെസ്ലി കണക്ട് ചെയ്യാനുള്ള ഫീച്ചറൊക്കെ വരുന്നുണ്ട്. സോ സോഫ്റ്റ്വെയറും ഈ ഒരു പ്രൈസിൽ നമുക്ക് പീക്കാണ്. പിന്നെ അപ്ഡേറ്റ്സ് ഒന്നും പ്രോമിസ് ചെയ്യുന്നില്ല. 10,000 രൂപയ്ക്ക് ഞാൻ അതൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. മറ്റ് ഫീച്ചേഴ്സ് കുറിച്ച് നോക്കുകയാണെങ്കിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്, ഫേസ് അൺലോക്കും വരുന്നുണ്ട്. ആൻഡ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഗംഭീരമാണ്. 13 5G ബാൻഡ്സ് വരുന്നുണ്ട് വിത്ത് ONR സപ്പോർട്ട്, വോയിസ് ഓവർ ന്യൂ റേഡിയോ. അതായത് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് 5G ആണെങ്കിലും നിങ്ങൾക്കത് 4Gയിലേക്ക് മാറും, LTEയിലേക്ക് മാറും. പക്ഷേ ഇത് 5Gയിൽ തന്നെ കോൾ ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഡ്യുവൽ 4G വോൾട്ടി ഉണ്ട് വിത്ത് കാരിയർ അഗ്രിഗേഷൻ്റെ സപ്പോർട്ട് ഉണ്ട്. അതായത് 4G+, റേഞ്ചും കൂടുതൽ കിട്ടും, കണക്ടിവിറ്റി കൂടുതൽ കിട്ടും. 4x4 മിമോൻ്റെ സപ്പോർട്ട് ഉണ്ട്. സോ കുറച്ചും കൂടി റേഞ്ച് വലിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. Wi-Fi 5, Bluetooth version 5.1, FM റേഡിയോ എന്നിവയൊക്കെ വരുന്നുണ്ട്. മറ്റ് ഫീച്ചേഴ്സ് IP52 ഞാൻ നേരത്തെ പറഞ്ഞു.
അങ്ങനെയാണ് മറ്റ് ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ. ഇനി ക്യാമറയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയാണ് വരുന്നത്. അൾട്രാ വൈഡ് ഇല്ല, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 695 ഒക്കെ തന്ന സ്ഥിതിക്ക് ഞാനത് കുറ്റമായിട്ട് പറയുന്നില്ല. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ, 1080p 30 FPS ആണ് ബാക്കിലും ഫ്രണ്ടിലും മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ, സ്ലോമോൻ്റെ ഫീച്ചർ, മാക്രോ വീഡിയോ, ഓഡിയോ സൂം, നൈറ്റ് വിഷൻ. ഓഡിയോ സൂമും നൈറ്റ് വിഷനൊക്കെ ഏകദേശം ഒരു ആവറേജ് പെർഫോമൻസ് ആലോചിച്ചാൽ മതി. 10,000 രൂപയ്ക്ക് എത്രത്തോളം ഉണ്ടാവും ക്യാമറ എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആ ഒരു രീതിയിൽ ചിന്തിക്കാം. പക്ഷേ 10,000 രൂപയ്ക്ക് ഒരു ഫോണിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് അറിയുന്നതിൻ്റെ എക്സ്പെക്റ്റേഷൻസിനെ വെല്ലുന്ന രീതിയിലാണ് ഈ ഒരു ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം 15,000 20,000 രൂപയ്ക്കുള്ള സെയിം ചിപ്സെറ്റ് വെച്ചുകൊണ്ട് 10,000 രൂപയ്ക്ക് ഇറക്കിയത് എന്തുകൊണ്ടും വളരെ നല്ല തീരുമാനമായി. സോ ഇത് നിങ്ങൾ 10,000 രൂപ കയ്യിലുണ്ട്, ധൈര്യമായിട്ട് ഞാൻ എടുത്തോളാൻ പറയുന്നൊരു ഫോണാണ്. അൺലെസ് വേറെ ഒപ്റ്റിമൈസേഷൻ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ. സോ റിവ്യൂസും കൂടി ഒന്നുകൂടി കണ്ടോ എന്തായാലും. പക്ഷേ എനിവേ ദിസ് ഈസ് എ ഗുഡ് ഫോൺ, ഒരു സംശയമില്ല, അടിപൊളി ഫോണാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സൈഡിൽ ബെല്ലേക്ക് അമർത്താൻ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യുക. സോ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.